എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാലക്കാട്ടുകാർ എളുപ്പമുണ്ടാക്കുന്ന ഒഴിച്ചുകറിയായ പുളിഞ്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇതിനെ മുളക് വറുത്ത പുളി എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് വെന്തയം അഥവാ ഉലുവ, കുറച്ച് കടുക്, കുറച്ച് ജീരകം, ഇത്രയുമാണ് ഇതിന് ആവശ്യം. പിന്നെ ചെറുനാരങ്ങ വലിപ്പത്തിൽ നമുക്ക് വാളൻപുളി, സാദാ പുളിയില്ലേ, അത് കുറച്ച് വേണം. ഇത്രയുമാണ് ഇതിന് ആവശ്യം. അതിനുശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും മുറിച്ച് എടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചതച്ച് എടുക്കുകയും ചെയ്യണം. പിന്നെ പുളി നന്നായി ഒന്ന് കുതിരണം. ചീഞ്ചട്ടി ചൂടായ ശേഷം നമുക്കതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. വെളിച്ചെണ്ണ എടുക്കാം. എണ്ണ ചൂടായ ശേഷം വെന്തയം ഇട്ട് കൊടുക്കാം അഥവാ ഉലുവ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താലേ അത് വേഗം ഒന്ന് എല്ലാവരുടെയും മിക്സ് ആവുള്ളൂ. അതിനുശേഷം നന്നായി ഒന്ന് തിളപ്പിക്കുക. പുളിഞ്ചാർ റെഡി. ഇതിന് മുളക് വറുത്ത പുളി എന്നും പറയും. ഇത്ര സമയം, ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന ഒഴിച്ചുകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുളിഞ്ചാറിൻ്റെ കോമ്പിനേഷനായ നങ്കിമീൻ വറുത്താലോ. നങ്കിമീൻ അഥവാ ഉണക്ക മാന്തൽ എന്ന് പറയും. വൃത്തിയാക്കിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. അത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വരും. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായി ഒന്ന് ഫ്രൈ ആയി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുളിഞ്ചാറും വറുത്ത മീനും സൂപ്പർ കോമ്പിനേഷനാണ്. ചെയ്ത് നോക്കൂ.